പോർട്ട്മാന്ററി വേർഡ്സ്. എന്താണ് പോർട്ട്മാന്ററി വേർഡ്സ്? കഴിഞ്ഞ NCERT നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിരുന്നു നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന. അതിൽ നമ്മൾ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് പോർട്ട്മാന്ററി വേർഡ്സ്. ഇതെന്താണെന്ന് ചില ആൾക്കാർക്കെങ്കിലും അറിയുമായിരിക്കും. അതുപോലെ തന്നെ ഏതൊക്കെ ഗ്രാമർ ടോപ്പിക്സ് ആണ് നമുക്ക് ഈ വരുന്ന ആനുവൽ എക്സാമിൽ വരാനിരിക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും പോർട്ട്മാന്ററി വേർഡ്സിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എക്സ്ട്രാ ഓപ്ഷൻസും നമ്മൾ എന്താക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മൾക്ക് ഇനി വരുന്ന ആനുവൽ എക്സാമിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു ഗ്രാമർ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത്രയുമുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച്, ഫ്രേസൽ വേർബ്സ്, അതുപോലെ തന്നെ എഡിറ്റിംഗ്, പ്രിപ്പോസിഷൻസ്, കോൺവെർസേഷൻ കംപ്ലീഷനിലെ ഇത്രയും ടോപ്പിക്സ് മാത്രമല്ല വൊക്കാബുലറി, നൗൺ ഫ്രേസ്, വെബ് ഫ്രേസ്, ഇഡിയംസ്, ഹോമോണിംസ്, അവിടെയാണ് നമ്മൾ കാണുന്നത് പോർട്ട്മാന്ററി വേർഡ്സ്. അതുപോലെ എയ്തർ ഓർ, നെയ്തർ നോർ, എറ്റ്സെട്ര അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാത്ത വേറെയും കുറെ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ എന്താണ് പോർട്ട്മാന്ററി വേർഡ്സ്? രണ്ട് വേർഡുകൾ കൂടിയിട്ട് പുതിയൊരു വേർഡ് ഉണ്ടാവുന്നു. പക്ഷെ രണ്ട് വേർഡിന്റെയും മീനിങ് അതിൽ ഉൾക്കൊള്ളുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇൻഫോർമേഷനും എന്റർടൈൻമെന്റും രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ ഇൻഫോർടൈൻമെന്റ്. അതായത് നമുക്കൊരു രസകരമായ രീതിയിൽ നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടുന്ന എന്തെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടെങ്കിൽ ദാറ്റ് വി ക്യാൻ കോൾ ഇൻഫോർടൈൻമെന്റ്. എന്ത് പറയാം? ഇൻഫോർടൈൻമെന്റ്. അതിനാണ് പോർട്ട്മാന്ററി വേർഡ്സ് പറയാം. അത് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. മിക്കവാറും ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. കോമൺലി പറയുന്ന ഈ പറയുന്ന പോർട്ട്മാന്ററി വേർഡ്സ് ആണ് ബ്രഞ്ച്, മോക്ടെയിൽ, സ്പോക്ക്, മോട്ടൽ, സ്മോക്ക് എന്നൊക്കെ ഉള്ളത്. ഇതുപോലെ എക്സ്ട്രാ കുറച്ച് പോർട്ട്മാന്ററി വേർഡ്സും ഇതിലുള്ള പോർട്ട്മാന്ററി വേർഡ്സിന്റെയും മീനിങ്സ് നമുക്ക് നോക്കിയാലോ? യെസ്, ഫസ്റ്റ് വൺ ബ്രഞ്ച്. എന്താണ് ബ്രഞ്ച്? ബ്രഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും മിക്സ് ആക്കി കഴിക്കുന്നതിനാണ്, അല്ലെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള സമയത്ത് രണ്ടും കൂടി മിക്സ് ആക്കി കഴിക്കുന്നതിനാണ് ബ്രഞ്ച് എന്ന് പറയുന്നത്. എ മീൽ ഈറ്റൺ ബിറ്റ്വീൻ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്. ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെയും ഇടയിൽ കഴിക്കുന്ന ആ ഒരു ഭക്ഷണം. സ്മോഗ്. സ്മോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്ക് പ്ലസ് ഫോഗ്. എയർ പൊല്യൂഷൻ മെയ്ഡ് ഫ്രം സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്ക്, പുകയിൽ നിന്നും അതുപോലെ തന്നെ ഫോഗിൽ നിന്നും രണ്ടും കൂടി മിക്സഡ് ആയിട്ടുണ്ടാവുന്ന എയർ പൊല്യൂഷൻ ആണ് സ്മോഗ് എന്ന് പറയുന്നത്. മോട്ടൽ എന്ന് പറയാറുണ്ട്. ഹോട്ടൽ നമുക്കറിയാം, മോട്ടോ. മോട്ടോ പ്ലസ് ഹോട്ടൽ. അതായത് റൈഡേഴ്സ് ഒക്കെ അല്ലെങ്കിൽ മോട്ടോർ റൈഡേഴ്സ് ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന, അവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരെയും കൂടി ഉദ്ദേശിച്ചുള്ള ആ ഒരു ഹോട്ടലിനാണ് മോട്ടൽ എന്ന് പറയുന്നത്. ഹോട്ടൽ ഡിസൈൻഡ് ഫോർ മോട്ടോറിസ്റ്റ്. ഓക്കെ, അടുത്തൊരു വേർഡാണ് ഇൻഫോർടൈൻമെന്റ്. ഇത് ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. അതായത് മീഡിയ ദാറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ വൈൽ എന്റർടൈനിങ്. എന്റർടൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻഫർമേഷൻ തരുന്ന മീഡിയാസിനൊക്കെ നമുക്ക് ഇൻഫോർടൈൻമെന്റ് എന്ന് പറയാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ബ്ലോഗ് ആണ്. നമ്മൾ വെബ് കേട്ടിട്ടുണ്ട്, ലോഗും കേട്ടിട്ടുണ്ട്. ആക്ച്വലി വെബ്സൈറ്റിൽ നമ്മളുടെ എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ നമ്മൾ എഴുതുന്നതിനാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ആ വെബ്സൈറ്റ് വേർ സംവൺ റൈറ്റ്സ് പോസ്റ്റ് റെഗുലർലി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താക്കുന്നു, വെബ്സൈറ്റിൽ ഈ പറയുന്ന ലോഗുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും കൃതികളോ കഥകളോ ഒക്കെ എഴുതുന്നതിനാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ പോർട്ട്മാന്ററി വേർഡ്സ് എന്നുള്ളത്. എക്സ്ട്രാ രണ്ടെണ്ണം കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. സ്പോർക്ക് എന്നാണ് അടുത്തത്. സ്പൂൺ നമുക്കറിയാം, ഫോർക്ക് നമുക്കറിയാം. അത് രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഉണ്ട്. അതിനാണ് സ്പോർക്ക് എന്ന് പറയുന്നത്. എ യൂട്ടൻസിൽ ദാറ്റ് ഈസ് ബോത്ത് സ്പൂൺ ആൻഡ് ഫോർക്ക്. രണ്ടായിട്ട് യൂസ് ചെയ്യാം. സ്പൂണിന്റെ തലക്കല് ഈ പറയുന്ന ഫോർക്കിന്റെ ആ ഒരു മുള്ളുകൾ ഉണ്ടായിരിക്കും. അതിനാണ് സ്പോർക്ക് എന്ന് പറയുന്നത്. അടുത്തൊരു സംഭവമാണ് ഗ്ലാമ്പിംഗ് എന്നുള്ളത്. ക്യാമ്പിംഗ് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലാമറസും നമുക്കറിയാം. അതായത് കുറച്ചുകൂടി ലക്ഷറി ആയിട്ടുള്ള ക്യാമ്പിങ്ങിനാണ് ഗ്ലാമ്പിംഗ് എന്ന് പറയുന്നത്. ഗാംബ്ലിംഗ് വേറെ, ഇത് ഗ്ലാമ്പിംഗ്. ഓക്കെ. ഇനി അടുത്തൊരു സംഭവം, ഇത് നമുക്ക് ഓൾറെഡി നമ്മുടെ ഈ പറഞ്ഞ NCERT തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ഇത് മിക്കവാറും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. സോ ഇതൊന്ന് വായിച്ചിട്ട് ഇതിന്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള പോർട്ട്മാന്ററി വേർഡ്സ് തന്നെയാണ് ഇതിലുള്ളത്. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. മാത്രമല്ല ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 ഗ്രാമറിന്റെ കംപ്ലീറ്റ് ടോപ്പിക്സും, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഗ്രാമറിന്റെ ടോപ്പിക്സിന്റെ ലിസ്റ്റ് കാണിച്ചിരുന്നു. അതിലെ കംപ്ലീറ്റ് ടോപ്പിക്സും വളരെ വ്യക്തമായിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്ന ഒരു കിടിലൻ ലൈവ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും NFK ഉണ്ടായിരിക്കും. നമുക്ക് സെറ്റ് ആക്കണം, അടിപൊളിയാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും ഈ പറഞ്ഞിട്ടുള്ള പോർട്ട്മാന്ററി വേർഡ്സ് ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ട് വരാൻ പറയാം. ഗ്രാമർ ഫുള്ള് ഇന്നത്തെ ലൈവിൽ സെറ്റ് ആക്കും. ഓൾ ദി ബെസ്റ്റ്.